ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു വെട്ടുമിഠായിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ 2 തവി ഞാൻ മൈദമാവ് എടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാനാണ്. നമുക്ക് ലാസ്റ്റ് ഇതിൽ ഷുഗർ സിറപ്പ് ഇടേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മൈദപ്പൊടിയിൽ ലേശം ഉപ്പിട്ട് കൊടുത്തു. ഇനി സാധാ വെള്ളത്തിൽ വേണം നമുക്കിത് കലക്കി ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ ഇത് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 സെക്ഷൻ 2 കളറായിട്ടാണിത് എടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പോർഷനിൽ ഞാൻ ഉണ്ടാക്കുന്നത് മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞ നിറത്തിൽ എള്ളൊക്കെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ലേശം നെയ്യും കൂടെ ആയിട്ട് കുഴച്ച് ഇതൊരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതുപോലെ തന്നെ അതേ ബൗളിൽ വീണ്ടും ഞാൻ 2 തവി മൈദപ്പൊടി എടുത്തു, ഉപ്പിട്ടു. അതിൽ കുറച്ച് ഫുഡ് കളർ റെഡാണ് ഞാൻ ഇടുന്നത്. അതിനോടൊപ്പം തന്നെ എള്ളും കൂടെ ഇട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ച് ലേശം നെയ്യും കൂടെ തൂകി 15 മിനിറ്റ് അടച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ 2 കളറിലായിട്ടാണ് ഞാൻ ഈ വെട്ടുമിഠായി ഉണ്ടാക്കുന്നത്. ഡയമണ്ട് മിഠായി എന്നും പറയും, ഇത് വെട്ടുമിഠായി എന്നും പറയും. അപ്പോൾ ഞാനൊരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോഴേക്കും നമ്മുടെ മൈദമാവ് കുഴച്ച് വെച്ചത് അത്യാവശ്യം സോഫ്റ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോർണർ ടോപ്പിലിട്ട് ലേശം മൈദപ്പൊടിയൊക്കെ തൂകിയിട്ട് ചപ്പാത്തിക്ക് എങ്ങനെയാണോ നമ്മൾ പരത്തിയെടുക്കുന്നത് അതുപോലെ തന്നെ പരത്തിയെടുക്കുക. ഒട്ടും തിക്നെസ് ആവരുത്. അതുകൊണ്ട് ഷേപ്പ് നിങ്ങൾ നോക്കണ്ട, അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനെ പരത്തിയെടുക്കുക. പരത്തിയെടുത്ത ശേഷം നമുക്കിത് പല ഷേപ്പിൽ ഡയമണ്ട് ആയിട്ടോ അല്ലെങ്കിൽ സ്ക്വയറോ എങ്ങനെ വേണമെങ്കിലും കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ അടുപ്പത്തോട്ട് വയ്ക്കുക. അതിൽ ലേശം എണ്ണ വറുക്കാൻ വേണ്ടുന്ന അളവിൽ ഒഴിക്കുക. എണ്ണ ചൂടായി വരുന്ന സമയം നമുക്ക് ഈ പരത്തി വെച്ചിരിക്കുന്ന യെല്ലോ കളറിലതാണ് ആദ്യം നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഡയമണ്ട് ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ഇടുമ്പോൾ അത് ഒട്ടി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോന്നായിട്ട് തന്നെ ഇടുക. 2 മിനിറ്റ് കൊണ്ട് തന്നെ തിരിച്ചും മറിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മുരിയിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഒത്തിരി കരിഞ്ഞു പോകരുത്. ആ ഒരു സ്ട്രക്ചർ ഇടുമ്പോൾ തന്നെ അത് നന്നായിട്ട് വീർത്ത് നല്ല പഫി ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ വെട്ടുമിഠായി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ 2 ട്രിപ്പായിട്ടിട്ടാണ് യെല്ലോ കളർ മൊത്തം ഫ്രൈ ചെയ്തെടുത്തത്. ബാക്കി ബാലൻസ് ഉള്ളതും കൂടി ഞാനിത് ഇതോടൊപ്പം എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കൂട്ടരുത്. കരിഞ്ഞു പോയാൽ അതിൻ്റെ ഒരു ടേസ്റ്റും ആ കളറും ഒന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് ഏകദേശം നമ്മുടെ മഞ്ഞ കളറിൽ ഏകദേശം വെട്ടുമിഠായി ഏകദേശം ഫ്രൈ ചെയ്ത് മാറ്റി കഴിഞ്ഞു. ഞാൻ ഇനി കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ കുഴച്ച് വെച്ചിരിക്കുന്ന റെഡ് കളറിലതും ഇതുപോലെ തന്നെ നമുക്ക് മൈദമാവിൽ വെച്ച് നന്നായിട്ട് പരത്തി ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ ഷേപ്പ് നോക്കാണ്ട് തന്നെ അത്യാവശ്യം കട്ടി കുറച്ച് നന്നായിട്ട് പരത്തി, ചപ്പാത്തിയെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു കട്ടി വേണം. ആ എൻഡൊക്കെ വരുമ്പോൾ നന്നായിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഇതുപോലെ കത്തി ഉപയോഗിച്ച് നന്നായിട്ട് കട്ട് ചെയ്ത് ഡയമണ്ട് ഷേപ്പോ ഏത് ഷേപ്പാണോ നമ്മൾ ഇഷ്ടമുള്ളത് അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. പക്ഷേ നമുക്ക് വീഡിയോയിൽ ഇതിൻ്റെ കളർ അത്ര ഭംഗിയായിട്ട് വരുന്നില്ല. പക്ഷെ നല്ല റെഡ് കളറാണ്. എനിക്ക് വീഡിയോയിൽ ഇത്ര ഒരു ക്ലാരിറ്റി അത് കിട്ടുന്നുള്ളൂ. ആ എള്ളൊക്കെ ഇടുന്നതുകൊണ്ട് നല്ലൊരു ഭംഗിയായിട്ടാണ് കേട്ടോ വരുന്നത്. ഇത് നമുക്ക് പഞ്ചസാരയുടെ സിറപ്പ് ഒഴിക്കാണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ മധുരമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ നോക്കി 2 കളറിൽ യെല്ലോയും റെഡും. റെഡ് അത്ര ഭംഗിയായിട്ട് വരുന്നില്ല, പക്ഷെ നേരിട്ട് കുറച്ചും കൂടെ ഒരു ഭംഗിയാണ്. ഞാൻ ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയാണ്. 2.5 ടീസ്പൂണോളം ഷുഗറാണ് ഞാൻ എടുത്തത്. ലേശം വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് മെൽറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. 2 ഏലക്ക കൂടെ ഇട്ട് കൊടുക്കുന്നത് സിറപ്പിന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പം അതിൻ്റെ ഒരു പ്രത്യേക ഏലക്കയുടെയൊക്കെ ഒരു ഫ്ലേവർ കയറി വരും കേട്ടോ. അപ്പോൾ അതേ ഷുഗർ നമ്മൾ ഇത് മെൽറ്റായി വരുമ്പോൾ കയ്യിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. ഒന്ന് ഒട്ടുന്ന ഒരു പരുവാവുന്ന ടൈമിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് ഏകദേശം എൻ്റെതായി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഒന്ന് തണുത്ത ശേഷം ഈ 2 കളറും കൂടെ ഒരു പാത്രത്തിലോട്ടൊന്നിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് കുറേശ്ശെയായിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിക്കുക. എന്നിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ ഏകദേശം എല്ലാ സ്ഥലത്തും അതൊന്ന് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ആയിക്കോളും. അപ്പോൾ
അപ്പോൾ ഇത് നമുക്ക് രണ്ട് കളറിലും നമ്മൾ നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ വെട്ടുമിഠായി ഇവിടെ തയ്യാറായി, അല്ലെങ്കിൽ ഡയമണ്ട് മിഠായി ഇവിടെ തയ്യാറായി. മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിന് തയ്യാറാക്കുന്ന പല കളറിലും കൊടുക്കാം. ഞാനിപ്പോൾ ഫുഡ് കളറായിട്ട് റെഡ് മാത്രം എടുത്തു. യെല്ലോ കളറിന് ഞാൻ മഞ്ഞപ്പൊടിയാണ് യൂസ് ചെയ്തത്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാണെങ്കിലും ഏത് കളറിലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ